പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് +1 മാത്തമാറ്റിക്സിലെ 6ാമത്തെ ചാപ്റ്ററായ ലീനിയർ ഇനീക്വാളിറ്റീസിൻ്റെ 2ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കറിയാം നമ്മൾ ഒരു ലീനിയർ ഇനീക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് പഠിച്ചത്. ഹൗ ടു സോൾവ് എ ലീനിയർ ഇനീക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ. ആ സൊല്യൂഷനെ എങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. വെൻ എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എങ്ങനെ സൊല്യൂഷൻ എഴുതാം, വെൻ എക്സ് ബിക്കം എ ഹോൾ നമ്പർ എങ്ങനെ എഴുതാം, വെൻ എക്സ് ഇസ് എ റിയൽ നമ്പർ സൊല്യൂഷനെ എങ്ങനെ ഒരു ഇനീക്വാളിറ്റി ആയിട്ട് എഴുതാം, എങ്ങനെ അതിനൊരു ഇൻ്റർവൽ ആക്കാം, എങ്ങനെ അതിനെ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം എന്നും നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 1 വേരിയബിൾ മാത്രമുള്ള ലീനിയർ ഇനീക്വാളിറ്റീസിൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട കുറച്ചധികം പ്രോബ്ലംസിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇനീക്വാളിറ്റീസ്. ഇവിടെ നാച്ചുറൽ നമ്പർ ആണ്, ഹോൾ നമ്പർ ആണ്, നമ്പർ ലൈനിൽ അടയാളപ്പെടുത്തണം, ഇങ്ങനെയൊന്നും പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. സോൾവ് എന്ന് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിൻ്റെ വില എന്താണ് എന്ന് കണ്ടുപിടിച്ച് അവിടെ നിർത്തിക്കൊള്ളുക. ഇപ്പോൾ എക്സ് <2 എന്നാണ് കിട്ടിയതെങ്കിൽ അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതിനെ ഇൻ്റർവൽ ആക്കാനോ നമ്പർ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ നിൽക്കേണ്ട. അത് നമുക്ക് നന്നായി മനസ്സിലായി എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് മുന്നോട്ട് പോകാം. സംശയങ്ങൾ തോന്നുന്നവർ ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് ആൻസർ എത്തുമ്പോൾ നമ്പർ ലൈൻ ആക്കാനും ഇൻ്റർവൽ ആക്കാനും ഒക്കെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കുക. എന്തായാലും നമ്മൾ നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 5x - 3 < 3x + 1. ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 5x - 3 < 3x + 1. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ -3 ഇവിടുന്ന് കളയാൻ വേണ്ടി ഒരു +3 ആഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. നമ്മളിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ വിവരം ഡേ ബൈ ഡേ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റി ആണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലായി ചെയ്തു പഠിച്ച ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന അതേ സ്റ്റെപ്പുകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. 2 കേസിൽ മാത്രമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ട് ഇരുവശങ്ങളിലും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സിമ്പിൾ റിവേഴ്സ് ആക്കണം. അല്ലാത്ത എല്ലാ പ്രോബ്ലംസിലും നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത് പഠിച്ച പോലെ നമുക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ -3 എന്ന സംഖ്യയെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് +3 ആവും. ഈ +1 എന്ന സംഖ്യയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ -1 ആവും. ഈ +3x-നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ -3x ആവും. ഇതൊക്കെ നമുക്കിവിടെ പെർഫോം ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ആണ്. റിമെമ്പർ, നെഗറ്റീവ് സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നാൽ ആ സമയത്ത് മാത്രം സിമ്പിൾ റിവേഴ്സ് ആക്കണം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ എല്ലാ സ്റ്റെപ്പുകളും എഴുതി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാനിതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്ന് കിടക്കുകയാണ്. ഈ ഇക്വേഷൻ, ഈ ഇനീക്വാളിറ്റിയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഞാൻ ഈ +3x-നെ ലെഫ്റ്റിലോട്ടും -3 എന്ന സംഖ്യയെ റൈറ്റിലോട്ടും ട്രാൻസ്ഫോം ചെയ്തു. സോ 5x - 3x is less than 1 + 3. ദാറ്റ് ഈസ് 2x is less than 4 എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡും നമ്മൾ 2 എന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈ 2 എന്ന സംഖ്യ പോസിറ്റീവ് സംഖ്യ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സിമ്പലിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ രണ്ട് സൈഡും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ ആണെങ്കിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആവും. ഇവിടെ 4/2 2 എന്ന് വരും. സോ ഫൈനൽ ആൻസർ x < 2 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു ലീനിയർ ഇനീക്വാളിറ്റി ചോദിക്കുമ്പോൾ സോൾവ് എന്ന് മാത്രമാണ് ആ ക്വസ്റ്റ്യനിലുള്ളതെങ്കിൽ x < 2 എന്ന് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് ആ ക്വസ്റ്റ്യൻ അവിടെ ആൻസർ അവസാനിപ്പിക്കാം. നമ്പർ ലൈനിലേക്ക് അടയാളപ്പെടുത്താനോ ഇൻ്റർവൽ ആക്കാനോ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സോൾവ് ആണ്. അപ്പോൾ നമുക്ക് x < 2 എന്ന് കിട്ടുമ്പോൾ അതിൻ്റെ സൊല്യൂഷനായി അവിടെ അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 ശ്രദ്ധിച്ചോളൂ. 4x + 3 < 6x + 7. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതി. ഈ 6x എന്ന് പറയുന്ന ടേമിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അത് +6x ആണ്. അത് ഇങ്ങോട്ട് പോരുമ്പോൾ മൈനസ് ആവും. ഈ 3 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതും മൈനസ് ആവും. സോ വി ഗെറ്റ് 4x - 6x < 7 - 3. റൈറ്റ്? സോ -2x < 4. ഇനി നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ കൈവശമുള്ള ഇനീക്വാളിറ്റിയിൽ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആയി കിടക്കുന്നത് -2 ആണ്. സോ -2 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂയിലേക്ക് എത്താൻ കഴിയുക. ഇത്തരത്തിലൊരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് നമ്മൾ ഇനീക്വാളിറ്റിയുടെ 2 വശങ്ങളിലും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്ത സിമ്പിൾ റിവേഴ്സ് ആവണമെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. സോ രണ്ട് സൈഡും -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് x > -2.
നോക്കൂ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ -2 ഡിവൈഡ് ചെയ്യുമ്പോൾ -2 ക്യാൻസൽ ആയിട്ട് എക്സ് ബാക്കി ഉണ്ടാവും. റൈറ്റ് സൈഡിൽ 4 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും. അതാണ് ഈ -2. ലെസ് ദാൻ എന്ന സിമ്പിൾ നേരെ ഗ്രേറ്റർ ദാൻ ആയി മാറും. So the solution of this particular inequality in question number 2 is x greater than -2. I think നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 7x + 3 ലെസ് ദാൻ 5x + 9. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതി 5x ലെഫ്റ്റിലോട്ടും 3 റൈറ്റിലോട്ടും കൊണ്ടുപോയി. സോ 7x - 5x ലെസ് ദാൻ 9 - 3, 2x ലെസ് ദാൻ 6. If we divide both sides by +2, then we get x less than 3. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെക്ഷനാണ് 1 വേരിയബിളുള്ള ലീനിയർ ഇനീക്വാളിറ്റി സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയി. ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കാം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 3 × x - 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 × x - 3. ചെറിയ മാറ്റങ്ങൾ വരികയാണ്. ആ തന്ന ഇനീക്വാളിറ്റിയുടെ സ്റ്റൈലിലൊക്കെ ഒന്ന് മാറ്റം വരികയാണ്. നമ്മളതൊന്ന് എടുത്തെഴുതി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, നമ്മൾ ഈ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലും ബ്രാക്കറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിലും ബ്രാക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഓപ്പൺ ദ ബ്രാക്കറ്റ്സ് സോ ദാറ്റ് 3x - 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x - 6 അല്ലേ. 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും, 2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ സിമിലർ ടു ദ ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ്. 2x ലെഫ്റ്റിലോട്ടും -3 റൈറ്റിലോട്ടും കൊണ്ടുപോവുക. സോ 3x - 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6 + 3. ദാറ്റ് ഈസ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഫിനിഷ്ഡ്. 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 3 × 2 - x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 1 - x. ഒന്ന് ക്വസ്റ്റ്യൻ എഴുതാം. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ വി ഗെറ്റ് 6 - 3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 2x. സോ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളൂ. -3x അടുത്തേക്ക് ഈ -2x കൊണ്ടുവരും. അപ്പോൾ അത് പ്ലസ് ആവും. ഈ 6 ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് മാറും. അപ്പോൾ 2 - 6 ആവും. അപ്പോൾ അത് -4 ആവും. ഓക്കെ, സോ വി ഗെറ്റ് -x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ ഇക്വേഷൻ ആണെങ്കിൽ രണ്ട് സൈഡും മൈനസ് ക്യാൻസൽ ചെയ്യും. എന്നാൽ ഇവിടെ ഇനീക്വാളിറ്റിയാണ്. ഇരുവശങ്ങളിലും ഒന്നുകിൽ നെഗറ്റീവ് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ വേണം. എന്തായാലും സിമ്പിൾ റിവേഴ്സ് ആവും. സോ വെൻ വി മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ -1 വി ഗെറ്റ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇരുവശങ്ങളിലും നെഗറ്റീവ് കട്ട് ചെയ്ത് എഴുതരുത്. നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യാൻ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതുവരെ യൂസ് ചെയ്ത സിമ്പിൾ ഏതാണോ അത് റിവേഴ്സ് ആവും. ഓക്കെ, സോ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു. അത് മൾട്ടിപ്ലിക്കേഷന് ശേഷം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി മാറി. സോ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ ആയി കഴിഞ്ഞാൽ വീണ്ടും നോട്ടിലേക്ക് എഴുതിയെടുക്കാം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 1 വേരിയബിൾ ഉള്ള ലീനിയർ ഇനീക്വാളിറ്റീസ് എങ്ങനെയൊക്കെയാണ് സോൾവ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലെവല് സിമ്പിൾ ടു കോംപ്ലക്സ് എന്നൊരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1 എന്നാണ്. ഓക്കെ, ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദിസ് ഇനീക്വാളിറ്റി x/3 x ഡിവൈഡഡ് ബൈ 3 ആണ്. ഈ ഡിവൈഡഡ് ബൈ 3 എന്ന സംഖ്യ നമുക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ 3 ആണ്. അത് മൾട്ടിപ്ലിക്കേഷൻ ബൈ 3 ആയി മാറും. സോ ഹരിക്കണം 3 എന്ന സംഖ്യ റൈറ്റിലേക്ക് പോകുമ്പോൾ അത് ഗുണിക്കണം 3 എന്നായി മാറും. അത് ഓക്കെയാണ്. ഈ 3 ഏത് സമയം വേണമെങ്കിലും നമുക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോകാം. എന്നാൽ ഈ x/2 + 1 എന്ന് പറയുന്ന റൈറ്റ് സൈഡ് 2 ടേംസിൻ്റെ സമ്മാണ്. അതിൽ ഒരു ടേമിൻ്റെ ചുവട്ടിൽ മാത്രമാണ് 2. ഓക്കെ, സോ ഈ ലെഫ്റ്റ് സൈഡ് LCM കണ്ട് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നാക്കിയാൽ മാത്രമേ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ കഴിയൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോൾ x/2 + 1 എന്നുള്ളതിനെ നമുക്ക് ഈ 2 1ലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ആക്കാൻ കഴിയും. x + 2 ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നാക്കാൻ കഴിയും. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഈ 2 ലെഫ്റ്റിലേക്കും കൊണ്ടുപോകാം, ഈ 3 റൈറ്റിലേക്കും കൊണ്ടുപോകാം. ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ 3ഉം 2ഉം പോസിറ്റീവ് സംഖ്യകളായതുകൊണ്ട് ഈ സിമ്പലിനൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. നമുക്ക് ധൈര്യമായി പെർഫോം ചെയ്യാം. നെഗറ്റീവ് സംഖ്യകളാണ് കൊണ്ടുപോകുന്നതെങ്കിൽ സിമ്പൽ റിവേഴ്സ് ആവും. ഓക്കെ, സോ ദിസ് നെക്സ്റ്റ് സ്റ്റെപ്പ് വിൽ ബി 2x ഗ്രേറ്റർ ദാൻ 3 × x + 2. അപ്പോൾ ഈ x + 2 ബ്രാക്കറ്റ് ചെയ്യണം. കാരണം 3 അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട 2 ടേമുകളാണ് എക്സും 2ഉം. സോ
അത് സൂചിപ്പിക്കാൻ വേണ്ടി x+2 ഒന്നിൽ കൂടുതൽ ടേംസ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും ബ്രാക്കറ്റിനകത്ത് എഴുതാൻ ശീലിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആ റൈറ്റ് സൈഡിലെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ 3x + 6 ആയി മാറും. ഇനി 3xനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ 2x - 3x > 6 ആവും. സോ -x > 6 ആവും. രണ്ട് സൈഡും ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ x <-6 എന്നാവും. ആ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പൽ മാറി ലെസ് ദാൻ ആയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ഇനീക്വാളിറ്റിയുടെ ഇരുവശങ്ങളിലും ഒരു നെഗറ്റീവ് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ചെയ്യുമ്പോൾ മാത്രമേ ആ സിമ്പിൾ റിവേഴ്സ് ആവൂ. ബാക്കിയുള്ള എല്ലാ ഓപ്പറേഷനിലും നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ച പോലെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയറായി വരുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 5 - 2x all divided by 3 is the left side of this inequality. Less than or equal to x/6 - 5. തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് പോവാം. ഓൺ ദ റൈറ്റ് സൈഡ് വി ഹാവ് x/6 - 5. സോ റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്ത് ടോട്ടൽ ഡിവൈഡഡ് ബൈ 6 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. റൈറ്റ് സൈഡിലോട്ട് മാത്രം ശ്രദ്ധിച്ചോളൂ. ഈ 6 ക്രോസ് ചെയ്യുമ്പോൾ 30 എന്ന് വരും, 30 എന്ന് വരും. സോ x - 30 all divided by 6 ആവും. ഇനി ഈ 6 ഒരു പോസിറ്റീവ് സംഖ്യയാണ്, ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 3 ഒരു പോസിറ്റീവ് സംഖ്യയാണ്, അതിനെ നമുക്ക് റൈറ്റിലോട്ടും ക്രോസ് ചെയ്യാം. സോ വി ഗെറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ 5 - 2x ബ്രാക്കറ്റിൽ വരും, x - 30 ബ്രാക്കറ്റിൽ വരും. ക്ലിയർ ആണല്ലോ? ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ 30 - 12x <= 3x - 90 എന്ന് വരും. ക്ലിയർ? ഇനി നമുക്ക് എക്സ് എല്ലാം കൂടെ ഒരു സൈഡിലേക്കും എക്സ് ഇല്ലാത്ത കോൺസ്റ്റൻ്റ് എല്ലാം കൂടെ ഒരു സൈഡിലേക്കും കൊണ്ടുപോകാം. സോ ഈ 3x ലെഫ്റ്റിലോട്ട് വന്നാൽ -3x ആവും. ഈ 30 റൈറ്റിലോട്ട് പോയാൽ -30 എന്നാവും. ക്ലിയർ? നൗ -12x -3x ആഡ് ചെയ്താൽ -15x ആവും. അതുപോലെ റൈറ്റ് സൈഡിൽ -90 -30 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -120 എന്നാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇരുവശങ്ങളിലും ബോത്ത് സൈഡ്സ് വി ഹാവ് ടു ഡിവൈഡ് ബൈ -15. സോ അങ്ങനെ -15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ <= എന്ന സിമ്പിൾ <= ആയി മാറും. ഓക്കെ, ഓൺ ദ ലെഫ്റ്റ് സൈഡ് വി ഹാവ് -15 ക്യാൻസൽ ചെയ്തിട്ട് x കിട്ടും. ഓൺ ദ റൈറ്റ് സൈഡ് -120 ഡിവൈഡഡ് ബൈ -15 എന്ന് പറയുമ്പോൾ മൈനസും കട്ടാവും. 120യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 8 ഐ തിങ്ക്. സോ വി ഗെറ്റ് x <= 8 എന്ന് കിട്ടും. ഓക്കെ, ഇരുവശങ്ങളിലും -15 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷമുള്ള ആൻസറാണ് x <= 8. വീണ്ടും ഓർക്കുക, <= എന്ന സിമ്പിൾ റിവേഴ്സായി <= 8 എന്നായി മാറി. അതിൻ്റെ കാരണം നമ്മൾ ഡിവൈഡ് ചെയ്ത സംഖ്യ -15 ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഇതേ പ്രോബ്ലം തന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഈസി ആക്കി ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ഈ സ്റ്റെപ്പിൽ എത്തി നിൽക്കുകയാണ് എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 6ഉം ആണ് ഡിനോമിനേറ്റേഴ്സ്. നമ്മൾ ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്തത്. ഇതൊരു ഈക്വൽ ടു ഉള്ള ഒരു ഇക്വേഷൻ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ 3ഉം 6ഉം ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതുമായിരുന്നു. അതേ ക്യാൻസലേഷൻ ഇവിടെയും പോസിബിൾ ആണ്, രണ്ടും പോസിറ്റീവ് സംഖ്യകളായതുകൊണ്ട്. എന്നാൽ നെഗറ്റീവ് സംഖ്യകളാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നാണ്. അപ്പോൾ സിമ്പിൾ റിവേഴ്സ് ആവും. സോ പോസിറ്റീവ് സംഖ്യകളായത് കാരണം നമുക്ക് ഇക്വേഷൻസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. 5 - 2x ഡിവൈഡഡ് ബൈ 1 <= x - 30 ഡിവൈഡഡ് ബൈ 2 എന്നാക്കാം. ഈ 3ഉം 6ഉം നമുക്കൊരു 3 കൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് 6 എന്ന് പറയുന്ന സ്ഥലത്ത് 2 വരും. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സംഖ്യകളായി മാറി. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. സോ ഈ 2 മാത്രം ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. ഈ 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് 1 എന്നാണ് വരിക. സോ x - 30 എന്ന് എഴുതിയാൽ തന്നെ ധാരാളമായി. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 10 - 4x <= x - 30 എന്നാണ്. ഇനി ഇത്രയും നേരം ചെയ്ത എല്ലാ പ്രോബ്ലംസിലും x എപ്പോഴും നമ്മൾ ലെഫ്റ്റിലോട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ എവിടെയും നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയബിൾ x ആണെങ്കിൽ അത് ലെഫ്റ്റിലോട്ട് തന്നെ കൊണ്ടുവരണമെന്ന് എവിടെയും നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ അത് റൈറ്റിലോട്ടും കൊണ്ടുപോകാം. ഇവിടെ നോക്കൂ, ഈ -4x കിടക്കുന്നത് ലെഫ്റ്റിലാണ്. ഈ -4xനെ റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ ആ നെഗറ്റീവ് എന്ന ശല്യം നമുക്ക് മാറിയിട്ട് പോസിറ്റീവ് 4x ആവും. അതേപോലെ ഈ -30 എന്ന ഈ സംഖ്യ നെഗറ്റീവ് ആൻസറാണ്. അത് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ അതും പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഈ -4xനെ റൈറ്റിലോട്ടും -30യെ ലെഫ്റ്റിലോട്ടും കൊണ്ടുപോകാം. സോ 40 <= 5x എന്ന് കിട്ടും. ഇരുവശങ്ങളിലും ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇഫ് വി ഡിവൈഡ് ബോത്ത് സൈഡ്സ് ഓഫ് ദിസ് ഇനീക്വാളിറ്റി ബൈ 5 വി ഗെറ്റ് 8 <= x എന്ന് കിട്ടും. ലെഫ്റ്റിൽ നിന്ന് വായിച്ചാൽ x 8 <= x എന്നാണ്. ഇതേ ഇനീക്വാളിറ്റി നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് വായിച്ചു നോക്കൂ, x <= 8 എന്നാണ് വരിക.
റെഡി? രണ്ടും സെയിം ആൻസർ ആണ്. അപ്പോൾ നമുക്ക് ഈ 3യും 6ഉം ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അതിലെ കോമൺ ഫാക്ടർ കട്ട് ചെയ്ത ശേഷം ഒന്നുകൂടി സിമ്പിൾ ആക്കിയ ശേഷം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും മതി. പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ് എന്ന് തോന്നുന്ന മെത്തേഡ് എഴുതിയെടുക്കുക. ഓക്കെ, സോ വി ആർ മൂവിങ് ടു 8th ക്വസ്റ്റ്യൻ. നോക്കൂ, 8th ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു വലിയ ക്വസ്റ്റ്യനായി തോന്നും, ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി. നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. ശ്രദ്ധിച്ചോളൂ. ലെഫ്റ്റ് സൈഡ് 2x - 1 ഓൾ ഡിവൈഡഡ് ബൈ 3 ആണ്. അത് കംഫർട്ടബിൾ ആണ്. ഓൾ ഡിവൈഡഡ് ബൈ 3, ഈ 3 എപ്പോൾ വേണമെങ്കിലും നമുക്ക് റൈറ്റിലോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ റൈറ്റ് സൈഡിൽ 2 ടേമുകളുണ്ട്. ഒരാളുടെ ചുവട്ടിൽ 4ഉം സെക്കൻഡ് ടേമിൻ്റെ ഡിവൈഡഡ് ബൈ കിടക്കുന്നത് 5ഉം ആണ്. സോ വി ഹാവ് ടു സിംപ്ലിഫൈ ദ റൈറ്റ് സൈഡ് ഫസ്റ്റ്. സോ റൈറ്റ് സൈഡിൽ മാത്രം നമ്മളൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 5 നേരെ ഈ 3x - 2ലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 4 നേരെ ഈ 2 - xലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ ഡിവൈഡഡ് ബൈ വരുമ്പോൾ 4 × 5 വരും. സാധാരണ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ റൂളാണ്. സോ 5 × 3x - 2 ഈ സ്റ്റെപ്പിൽ കാണുന്നുണ്ടല്ലോ, -4 × 2 - x ഓൾ ഡിവൈഡഡ് ബൈ 4 × 5. ഇനി ഈ റൈറ്റ് സൈഡ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കിക്കോളൂ, 15x വരും, ഒരു -10 വരും, ഇവിടെ ഒരു -8 വരും, ഒരു +4x വരും, താഴെ ഡിവൈഡഡ് ബൈ 20 വരും. ഇനി 15xും 4xും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 19x വരും, -10ഉം -8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -18 എന്നും വരും. ഓക്കെ, ഇനി ഈ 3യിലും 20യിലും കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 20 × 2x - 1 > or = 3 × 19x - 18 എന്ന് കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ 20 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് 40x - 20 40x - 20 > or = 57. 3 × 19 is 57. So 57x - 3 × 18 is 54. ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ എക്സുകളെല്ലാം കൂടെ ഒരു സൈഡിലേക്കും എക്സ് അല്ലാത്തതെല്ലാം കൂടെ ഒരു സൈഡിലേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ഈ -54 എന്ന സംഖ്യയെ ലെഫ്റ്റിലേക്കും ഈ 40x എന്ന് പറയുന്ന സംഖ്യയെ റൈറ്റിലോട്ടും കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയാലുള്ളൊരു ഗുണം 57xൽ നിന്ന് 40x കുറയ്ക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ആൻസർ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഈ 57xനെ ലെഫ്റ്റിലോട്ടും കൊണ്ടുവരാം. പക്ഷെ അപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. നെഗറ്റീവിൻ്റെ പ്രശ്നം വന്നാലും നമുക്കൊരു നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യും. സിമ്പിൾ റിവേഴ്സ് ആക്കാൻ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് 34 > or = 17x എന്ന് കിട്ടും. ഒരു 17 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 > or = x എന്ന് കിട്ടും, അല്ലെങ്കിൽ x <= 2 എന്ന് കിട്ടും. ഓക്കെ ആണെന്ന് കരുതുന്നു. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ഇങ്ങനെ ഓൾ ഡിവൈഡഡ് ബൈ ഒക്കെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനുള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം ഇത്തിരി ലെങ്തി ആയത്. എന്തായാലും നല്ലോണം മനസ്സിലായി എന്ന് ഉറപ്പാകുന്നത് വരെ വീഡിയോസ് വീണ്ടും വീണ്ടും കാണണം. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ശ്രദ്ധിച്ചോളൂ. 1/2 × ബ്രാക്കറ്റുകളൊക്കെ ശ്രദ്ധിക്കണേ. 1/2 × 3x/5 + 4 3x/5 + 4 എന്നുള്ള ഒരു ബ്രാക്കറ്റിലാണ്. > or = 1/3 × x - 6. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സിംപ്ലിഫൈ ദ ലെഫ്റ്റ് സൈഡ്. ഈ 5 എന്നത് 3xന് മാത്രം ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിനുള്ളിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് ½ × 3x + 20 ഓൾ ഡിവൈഡഡ് ബൈ 5 എന്നാവും. Okay, on the right side we have 1/3 × x - 6 or it is equal to x - 6 all divided by 3. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നും കൂടി വന്നാൽ ഈ /2 ഇവിടെ ഒരു /5 ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 ആവും. ഓക്കെ, സോ 3x + 20 all divided by 10 > or = x - 6 all divided by 3. റൈറ്റ്, നൗ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 അപ്പുറത്തേക്ക് പോവുക, ഈ 10 ഇപ്പുറത്തേക്കും വരിക. നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ. ഓക്കെ, സോ 3 × 3x + 20 > or = 10 × x - 6. Now open the brackets. 9x + 60 > or = 10x - 60. ഇനി എക്സ് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. ഞാൻ വീണ്ടും വലിയ സംഖ്യയായിട്ട് 10x ആണ്. അപ്പോൾ 10xൻ്റെ അടുത്തേക്ക് ഈ 9xനെ ഇങ്ങോട്ട് റൈറ്റിലേക്ക് ആക്കാം. അപ്പോൾ ഈ -60 നേരെ ലെഫ്റ്റിലോട്ടും പോട്ടെ. അപ്പോൾ എല്ലാവരും പോസിറ്റീവ് ടേംസ് ആയി നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും. സോ 120 > or = x എന്ന് കിട്ടും. സോ x is <= or = 120 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ചില കുട്ടികൾക്കൊരു സംശയം തോന്നും, ഈ x <= or = 120 എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് നമ്പർ ലൈനിലൊക്കെ അടയാളപ്പെടുത്തുക? നമ്പർ ലൈനിൽ അടയാളപ്പെടുത്താൻ നമ്മൾ സാധാരണ സംഖ്യാരേഖ വരയ്ക്കുമ്പോൾ 0, 1, 2, 3, -1, -2 ലെഫ്റ്റിലോട്ട് അങ്ങനെയൊക്കെയാണല്ലോ അടയാളപ്പെടുത്തുക. സോ ഇതെങ്ങനെയൊക്കെ അടയാളപ്പെടുത്താം എന്നൊക്കെ നോക്കും.
ഇതിപ്പോൾ ഒരു ഇൻ്റർവൽ ആക്കാനാണ് ചോദിച്ചെങ്കിൽ 120യും പറ്റും, 120യേക്കാൾ ചെറുതും പറ്റും. ചെറുത് എന്ന് പറയുമ്പോൾ 120യുടെ താഴേക്കുള്ള ലെഫ്റ്റിലേക്കുള്ള എല്ലാ ഏരിയകളും വരും. അപ്പോൾ നമ്മുടെ ഇൻ്റർവൽ പ്രകാരം -∞, 120 എന്ന ഇൻ്റർവലാണ് വരിക. ഇൻഫിനിറ്റി സൈഡ് എപ്പോഴും ഓപ്പൺ ആണ്. ഇവിടെ <= ഉള്ളതുകൊണ്ട് 120 സൈഡ് ക്ലോസ്ഡും ആണ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻ്റർവൽ ആക്കാനൊക്കെ പറഞ്ഞത് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. നമ്പർ ലൈൻ ആക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡ്രോ ദ നമ്പർ ലൈൻ. ദെൻ 120 എന്ന സംഖ്യയ്ക്കാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ 120യും 120യേക്കാൾ ചെറുതുമാണ് നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 0, 1, 2, 3 അങ്ങനെ അടയാളപ്പെടുത്തണ്ട. നമുക്ക് ആ നമ്പർ ലൈനിലെ 120 വരുന്ന പോർഷൻ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഞാൻ കുറച്ച് സംഖ്യകൾ മാർക്ക് ചെയ്തു. 120യുടെ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഒക്കെയുള്ള കുറച്ച് സംഖ്യകൾ ആ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഇനി 120യും 120യേക്കാൾ ചെറുതുമാണ്. സോ ഈ 120 എന്ന സംഖ്യയുടെ ലെഫ്റ്റിലോട്ടാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സോ 120 എന്ന സൈഡിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ലെഫ്റ്റിലോട്ട് ഓപ്പൺ ആക്കി വെക്കുക. ദെൻ ആ ഭാഗത്തേക്ക് ഒന്ന് കളർ ചേഞ്ച് ആക്കാം, അല്ലെങ്കിൽ ഒന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഓക്കെ, സോ 120യേക്കാൾ ചെറുതാണ് ഇൻക്ലൂഡിങ് 120. സോ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ റീജിയൻ ഇൻ എ നമ്പർ ലൈൻ. നമ്പർ ലൈനൊക്കെ ഇടയ്ക്കൊന്ന് ഓർമ്മയാക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇടയിൽ വരുന്നൊരു ക്വസ്റ്റ്യനെ നമ്പർ ലൈനിലൊക്കെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. 10ാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടി കടക്കുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഈ x+x/2 + x/3 <11 എന്നാണ് ക്വസ്റ്റ്യൻ. ഇനീക്വാളിറ്റി ശ്രദ്ധിക്കുക. x+x/2 + x/3 <11 എന്നാണ്. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ കൊടുത്താൽ പല കുട്ടികളും നമ്മൾ വർഷങ്ങളായിട്ട് കാണാറുള്ളത്, ആദ്യം ഇതിൽ 2 എണ്ണം സിംപ്ലിഫൈ ചെയ്യും. എക്സും x/2 കൂടി ആഡ് ചെയ്യും. അതിനെ സിംപ്ലിഫൈ ചെയ്ത ശേഷം അതിലേക്ക് x/3 വീണ്ടും ആഡ് ചെയ്യും. അങ്ങനെ 2 തവണ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് കുട്ടികൾ എത്താറുണ്ട്. എന്നാൽ ഇത് അത്ര അങ്ങോട്ട് നമ്മൾ 2 തവണയൊന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. നമുക്ക് ഈ ഡിവൈഡഡ് ബൈ കിടക്കുന്ന സംഖ്യകൾ ഒന്നിൽ 2ഉം അടുത്തതിൽ 3ഉം ആണ്. അപ്പോൾ ഈ 2ൻ്റെയും 3ൻ്റെയും LCM കണ്ടാൽ അത് 6 ആണ് കിട്ടുക. ഈ 6 എന്ന സംഖ്യ കൊണ്ട് ലെഫ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മാറ്റം വരാതിരിക്കാൻ റൈറ്റിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഡിവൈഡഡ് ബൈ വരുന്ന 2ഉം ക്യാൻസലായി പോവും, 3ഉം ക്യാൻസലായി പോവും. 2ൻ്റെയും 3ൻ്റെയും LCM അഥവാ 6 എടുത്തിട്ട് 2 സൈഡും മൾട്ടിപ്ലൈ ചെയ്യും. സോ വി ഗെറ്റ് 6 into left side is equal to 6 into right side. 6 into left side less than 6 into right side എന്ന് വരും. ഇനി 6 എന്ന് പറയുന്ന ഈ LCM ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6x വരും. പിന്നെ 6ഉം x/2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3x വരും. പിന്നെ 6നെ x/3യിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x വരും. റൈറ്റ് സൈഡിൽ 66 എന്ന് വരും. ഓൺ ദ ലെഫ്റ്റ് വി ഹാവ് 11x 11x എന്ന് വരും. ലെസ് ദാൻ 66. 11 കൊണ്ട് 2 സൈഡും ഡിവൈഡ് ചെയ്താൽ x ലെസ് ദാൻ 6 എന്ന് കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയും. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത, 3 ടേമാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഒരെണ്ണത്തിൻ്റെ ചുവട്ടിൽ 2 ആണ്, എക്സിൻ്റെ ചുവട്ടിൽ മറ്റൊരു ടേമിൽ 3 ആണ്. ഈ 2ഉം 3ഉം ഒരേ സമയം കട്ട് ചെയ്ത് പോകാൻ അതിൻ്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ്. 2ൻ്റെയും 3ൻ്റെയും ഏറ്റവും ചെറിയ മൾട്ടിപ്പിളാണ് LCM എന്ന് പറയുന്നത് 6. ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 and 3 ദാറ്റ് ഈസ് 6. ആ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 എണ്ണം ആദ്യം സിംപ്ലിഫൈ ചെയ്യുക. ആ കിട്ടിയ ആൻസറിലേക്ക് 3ാമത്തത് സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് ഇതേ ആൻസറിലേക്ക് എത്താൻ കഴിയുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, so we are moving to another question number 11. 37 മൈനസ് കഴിഞ്ഞൊരു ബ്രാക്കറ്റ് ഉണ്ട്. 3x + 5 greater than or equal to 9x - 8 into x - 3. x - 3 is also in a bracket. So first of all we have to open the bracket. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിന് പുറത്ത് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഈ നെഗറ്റീവ് സൈൻ രണ്ടിനും ബാധകമാവും. ഇവിടെ -8 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ഹാവ് 37 - 3x - 5. That is the left side. And on the right side we have a 9x, then -8 into x varum, that is -8x, -8 into -3, that is +24. Okay, ini on the left side 37 - 5, that is 32 ennu varum. So 32 - 3x, that is the left side. And on the right side 9x - 8x will be x + 24. Now ഈ എക്സ് ഒരു സൈഡിലേക്കും എക്സ് അല്ലാത്ത കോൺസ്റ്റന്റ് ഒരു സൈഡിലേക്കും മാറ്റുന്നു. സോ ഈ എക്സിനെ ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാൽ അത് -x ആവും. വേണമെങ്കിൽ റൈറ്റിലോട്ടും കൊണ്ടുപോകാം. ഈ 32 ഞാൻ റൈറ്റിലോട്ട് കൊണ്ടുപോയി, അത് -32 ആയി. സോ വി ഹാവ് -4x greater than or equal to 24 - 32 is -8. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇരുവശങ്ങളിലും -4 കൊണ്ടാണ് ഇനി ഡിവൈഡ് ചെയ്യേണ്ടത്. സോ -4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ greater than or equal to എന്ന സിമ്പിൾ less than or equal to ആയി മാറണം. സോ ലെഫ്റ്റ് സൈഡിൽ -4 കട്ടായി പോകും. റൈറ്റ് സൈഡിൽ -8 by -4 എന്ന് വരും. അത് +2 ആണ് വരിക. പക്ഷേ സിമ്പിൾ റിവേഴ്സ് ആവാൻ ശ്രദ്ധിക്കണം.
Okay, so x less than 2 is the solution of the given inequality in question number 11. Clear? സോ 11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിനകം ചെയ്തത്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെറിയ മാറ്റങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് മോഡലാണ് തരിക. അത് വായിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മളതൊരു ഇനീക്വാളിറ്റി ആക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ, കൂടെ വായിച്ചോളൂ. ദ മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ എ സ്റ്റുഡൻറ് ഓഫ് ക്ലാസ് 11 ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻസ് ആർ 62 and 48 റെസ്പെക്റ്റീവ്ലി. ഒരു കുട്ടിക്ക് +1 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ 2 ടേം എക്സാമിന് കിട്ടിയ മാർക്ക് 62ഉം 48ഉമാണ്. ഫൈൻഡ് ദ മിനിമം മാർക്സ് ഹി ഷുഡ് ഗെറ്റ് ഇൻ ആനുവൽ എക്സാമിനേഷൻ ടു ഹാവ് ആൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. ആ കുട്ടിക്ക് ഇനിയൊരു ആനുവൽ എക്സാമിനേഷനും കൂടി എഴുതാനുണ്ട്, 3ാമതൊരു എക്സാമിനേഷനും കൂടി ഉണ്ട്. ആ കുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആവറേജ് മാർക്സ് അറ്റ്ലീസ്റ്റ് 60 വേണമെന്നാണ്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ 3 പരീക്ഷകളുടെയും കൂടെ മാർക്കുകൾ കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സാമിനേഷൻ, അതായത് 3, അതാണ് ആവറേജ്. ആ ആവറേജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60 ആണ്. എന്ന് പറഞ്ഞാൽ 60 ആവാം, 60യേക്കാൾ കൂടുതലാവാം. നമ്മുടെ ഇനീക്വാളിറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. 3ാമത്തെ പരീക്ഷ, അതായത് ആനുവൽ എക്സാമിൻ്റെ മാർക്കാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ആ മാർക്ക് എക്സ് ആണ് എന്ന് വിചാരിക്കുക. നമ്മൾ മാത്തമാറ്റിക്സിൽ എന്താണോ നമുക്ക് അറിയാത്തത് അതിനെ എക്സ് എന്ന് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ആനുവൽ എക്സാമിനേഷൻ്റെ മാർക്ക് എക്സ് ആണ് എന്ന് വിചാരിക്കാം. സോ നമുക്കറിയാം ഈ ക്വസ്റ്റ്യനിൽ നിന്ന് ആവറേജ് ആയിട്ട് ആ കുട്ടി മാർക്സ് ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് 60 ആണ്. സോ ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ് ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ആവറേജ് എന്ന് പറഞ്ഞാൽ 3 മാർക്കുകളും കൂടി കൂട്ടിയിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. ഒരു മാർക്ക് 62 ആണ്, ഒരു മാർക്ക് 48 ആണ്, തേർഡ് മാർക്ക് എക്സും ആണ്. സോ ദ ആവറേജ് വിൽ ബി 62 + 48 + x ഡിവൈഡഡ് ബൈ 3 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. ഇനി ഇതൊരു ഇനീക്വാളിറ്റി ആയി മാറി. ഇതിന്ന് എക്സ് കണ്ടുപിടിക്കുക. ഈ 3 എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 3 അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് ഇൻറ്റു 3 എന്നാവും. 62ഉം 48ഉം ആഡ് ചെയ്യാം. സോ വി ഗെറ്റ് 110 110 + x ഓൾ ഡിവൈഡഡ് ബൈ 3 നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, സോ 110 + x ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180. ഈ ഡിവൈഡഡ് ബൈ 3 റൈറ്റിലോട്ട് പോകുമ്പോൾ 60 × 3 180 ആവും. ഇനി എക്സിനെ ഇവിടെ നിർത്തി 110 ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ വി ഗെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 - 110, ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70. ക്ലിയർ? ദാറ്റ് മീൻസ് ആ കുട്ടി 3ാമത്തെ എക്സാമിനേഷൻ, ആനുവൽ എക്സാമിനേഷനിൽ ഏറ്റവും മിനിമം 70 മാർക്കെങ്കിലും സ്കോർ ചെയ്താലേ ആ കുട്ടിക്ക് ആവറേജ് 60 മാർക്ക് കിട്ടൂ എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഓക്കെ, മിനിമം മാർക്സ് എത്ര സ്കോർ ചെയ്യണം എന്നാണ് ചോദിച്ചത്. അറ്റ്ലീസ്റ്റ് ആവറേജ് 60 കിട്ടാൻ. അതിൻ്റെ ഉത്തരമാണ്, അതിൻ്റെ ആൻസറാണ് 70. മിനിമം മാർക്സ് ഹി ഷുഡ് സ്കോർ 70 ടു ഗെറ്റ് ആവറേജ് 60 മാർക്സ്. ഓക്കെ, ആവറേജ് അറ്റ്ലീസ്റ്റ് 60 മാർക്സ്. ഇത്തരം ക്വസ്റ്റ്യൻസിലേക്കും കൂടി നമ്മളൊന്ന് കടന്നു ചെല്ലേണ്ടതായിട്ടുണ്ട്. മറ്റൊരു ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ടു ഗെറ്റ് A+ ഇൻ എ കോഴ്സ്, വൺ മസ്റ്റ് ഒബ്റ്റെയിൻ ആവറേജ് ഓഫ് 90 മാർക്സ് ഓർ മോർ ഇൻ 5 എക്സാംസ്. ഒരു കോഴ്സിൽ A+ കിട്ടണമെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന 5 പരീക്ഷകളിൽ കൂടി ആവറേജ് ആയിട്ട് 90 മാർക്സ് ഓർ മോർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് 90 സ്കോർ ചെയ്യണം. 5 എക്സാമുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇഫ് സുനിതാസ് മാർക്സ് ഇൻ ദ ഫസ്റ്റ് 4 എക്സാംസ് ആർ, അങ്ങനെ സുനിത എന്ന് പറയുന്ന ഒരു കുട്ടി ഈ കോഴ്സിന് ജോയിൻ ചെയ്തു, 4 പരീക്ഷകൾ എഴുതി. ആ 4 പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മാർക്സാണ് 87, 92, 94 and 95. ഫസ്റ്റ് എക്സാമിൽ മാത്രമാണ് സുനിത ഇത്തിരി പുറകോട്ട് പോയത്, പിന്നീട് നല്ല പെർഫോമൻസ് ആണ്. ഓക്കെ, ഇനി 5ാമത്തെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് കൂടിയാണ് വരാനുള്ളത്. ഓക്കെ, 5th എക്സാം റിസൾട്ട് കൂടി നമുക്കിനി കിട്ടാനുണ്ട്. ആ എക്സാമിന് മിനിമം സുനിതയ്ക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം? ഫൈൻഡ് ദ മിനിമം മാർക്സ് ഷീ മസ്റ്റ് ഗെറ്റ് ഇൻ 5th എക്സാം ടു ഗെറ്റ് A+. അപ്പോൾ 5th എക്സാമിൻ്റെ മാർക്കാണ് നമുക്ക് അറിയേണ്ടത്. അത് എക്സ് ആയിട്ട് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 5 എക്സാംസിൻ്റെയും മാർക്ക് ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. ഒരെണ്ണം എക്സ് ആണ്. ഇതിൻ്റെ ആവറേജ് മാർക്സ് 90 ഓർ എബോവ് 90 ആയാലാണ് ആ കുട്ടിക്ക് A+ കിട്ടുന്നത്. സോ ടു ഗെറ്റ് A+, ആവറേജ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആയിരിക്കണം. സോ ഇവിടെ ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 മാർക്സ് ആഡ് ചെയ്യണം. 87 + 92 + 94 + 95 + x വരും. ഗ്രേറ്റർ ദാൻ ഡിവൈഡഡ് ബൈ 5 ആണ് ആവറേജ് എടുക്കുമ്പോൾ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണ്. ഈ ഡിവൈഡഡ് ബൈ 5 അപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 5 ആവും. ഓക്കെ, സോ ഈ സംഖ്യകളെല്ലാം കൂടെ ആഡ് ചെയ്താൽ 368 ആവും. ഈ ഡിവൈഡഡ് ബൈ 5 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അത് 90 × 5 ആവും. ദാറ്റ് ഈസ് 450. സോ വി ഗെറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 - 368 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 82 എന്ന് കിട്ടും.
ഓക്കെ. സോ നമുക്കറിയാം സുനിത എന്ന് പറയുന്ന ആ മിടുക്കിയായ കുട്ടി എല്ലാ പരീക്ഷയിലും വലിയ സ്കോറാണ് സുനിതയ്ക്ക്. ഫസ്റ്റ് ഒരു എക്സാമിന് മാത്രമേ ഇത്തിരി പുറകോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ 5th എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശുഭപ്രതീക്ഷ തന്നെയാവും സുനിതയ്ക്ക് ഉണ്ടാവുക. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി 82 മാർക്ക് കിട്ടിയാൽ തന്നെ ആ കുട്ടിക്ക് A+ ഷുവറാവും. ആദ്യ പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചത് കൊണ്ടാണ് 82 കിട്ടിയാൽ തന്നെ ആ കുട്ടിക്ക് A+ സ്കോറിലേക്ക് എത്താൻ കഴിയുന്നത്. സോ ഷീ ഷുഡ് ഗെറ്റ് എ മിനിമം ഓഫ് 82 മാർക്സ് ടു ഗെറ്റ് A+. ഓക്കെ. സോ ഇത്തരം ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ അതിൽ നിന്നും ഇനീക്വാളിറ്റീസ് ഉണ്ടാക്കാൻ കൂടി നമ്മൾ പഠിക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ആർ ലാർജർ ദാൻ 10 സച്ച് ദാറ്റ് ദ സം ഈസ് ലെസ് ദാൻ 40. പെയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ്, പക്ഷെ അത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ 1ന്റെ തൊട്ടടുത്ത സംഖ്യ 3 ആയിരിക്കും, ഓഡ് നാച്ചുറൽ നമ്പർ. 3യുടെ പെയറായിട്ട് 5 ആയിരിക്കും, 5ന്റെ പെയറായിട്ട് 7 ആയിരിക്കും. അങ്ങനെയുള്ള പെയേഴ്സാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിൽ 2 പേരും 10നേക്കാൾ വലുതായിരിക്കണം. അവരുടെ സമ്മ് 40നേക്കാൾ ചെറുതുമായിരിക്കണം. മാനുവലി ആലോചിച്ചാൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു റിസൾട്ടാണ്. ബട്ട് ഇനീക്വാളിറ്റിയിലൂടെ കൺവേർട്ട് ചെയ്ത് വന്ന് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് എത്തണം. സോ നമുക്ക് ആ പെയർ എക്സും x+2 ആണെന്ന് വിചാരിക്കാം. x+2 എടുക്കുന്നത് ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരിക. 1 കഴിഞ്ഞാൽ 3 ആണ്, 3 കഴിഞ്ഞാൽ 5 ആണ്. ഒരു +2 ആഡ് ചെയ്യുമ്പോഴാണ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് കിട്ടുന്നത്. സോ എക്സും x+2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 സംഖ്യകളും 10നേക്കാൾ വലുതായിരിക്കണം എന്നാണ് ആദ്യത്തെ കണ്ടീഷൻ. സോ x ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കണം, അതേപോലെ x+2 ഗ്രേറ്റർ ദാൻ 10 ആയിരിക്കണം. ഈ 2 എണ്ണമാണ് ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്നത്. നമ്മൾ എടുക്കുന്ന പെയറിൽ വരുന്ന 2 ഓഡ് നമ്പേഴ്സും 10നേക്കാൾ വലുതായിരിക്കണം. അതായത് x 10നേക്കാൾ വലുതായിരിക്കണം, അതേസമയം x 8നേക്കാൾ വലുതായിരിക്കണം. x+2 ഗ്രേറ്റർ ദാൻ 10 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ 8 ആണ്. സോ എക്സിൻ്റെ വില 10നേക്കാളും വലുതായിരിക്കണം, എക്സിൻ്റെ വില 8നേക്കാളും വലുതായിരിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ x എപ്പോഴും 10നേക്കാൾ വലുതായിരിക്കണം. കൺഫ്യൂഷൻ ഇല്ലല്ലോ. 8നേക്കാളും വലുതാവണം, 10നേക്കാളും വലുതാവണം. അത് രണ്ടും ഒരേ സമയം സംഭവിക്കണമെങ്കിൽ 10നേക്കാൾ വലുതായിരിക്കണം. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ്, ജസ്റ്റ് ലുക്ക് ഹിയർ. ഒരു സംഖ്യാരേഖ വരച്ചിട്ടു. അതിൽ 8ഉം 10ഉം മാത്രം ഒന്ന് മാർക്ക് ചെയ്യുക. 8 ആണ് ചെറിയ സംഖ്യ, 8 കഴിഞ്ഞിട്ട് 10 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഇനീക്വാളിറ്റീസ് ഒന്ന് ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. 10നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 10ന്റെ റൈറ്റ് സൈഡിലോട്ട് വരണം. റെഡി അല്ലേ? ഈ ഭാഗമാണ് 10നേക്കാൾ വലുത്. 8നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 8ന്റെ റൈറ്റിലോട്ട് വരണം. ഈ റെഡ് കളറിൽ കാണുന്ന ഈ ലൈൻ ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് 8നേക്കാൾ വലുത്. ഓക്കെ. ഈ വയലറ്റ് കളറാണ് 10നേക്കാൾ വലുത്. ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കണമെങ്കിൽ 10നേക്കാൾ വലിയ ഭാഗമായിരിക്കണം, അല്ലേ? 10നേക്കാൾ വലിയ ഭാഗം. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10, ഇറ്റ് ഈസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 8 ഓൾസോ. ക്ലിയർ? സോ ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കണമെങ്കിൽ x ഇസ് ഗ്രേറ്റർ ദാൻ 10 എന്ന് നമുക്ക് കൺഫേം ചെയ്യാം, ഫിക്സ് ചെയ്യാം. ഓക്കെ. ഒരു കണ്ടീഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് ദെയർ സം ഈസ് ലെസ് ദാൻ 40 എന്നാണ്. സോ ശ്രദ്ധിച്ചോളൂ. ഓൾസോ സം എന്ന് പറയുന്നത് 40നേക്കാൾ ചെറുതാണ്. സം എന്ന് പറഞ്ഞാൽ എക്സും x+2ഉം കൂടി ആഡ് ചെയ്യാം. സോ x+2 ലെസ് ദാൻ 40 ആണ്. ഈ എക്സും ആഡ് ചെയ്താൽ 2x വരും. 2x+2 ഗ്രേറ്റർ ലെസ് ദാൻ 40. സോ 2x ലെസ് ദാൻ 38 ഓർ x ലെസ് ദാൻ 19 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വിലകൾ 19നേക്കാൾ ചെറുതായിരിക്കണം. ഇവിടെ നമ്മൾ പറയുന്നു 10നേക്കാൾ വലുതായിരിക്കണം. സോ എക്സിൻ്റെ വിലകൾ നമുക്കറിയാം ക്ലിയർലി 10നും 19നും ഇടയിലായിരിക്കണം. 10നേക്കാൾ വലുത് ഇവിടെ കിട്ടി, 19നേക്കാൾ ചെറുത് ഇവിടെയും കിട്ടി. സോ 10നും 19നും എക്സ് ഷുഡ് ബി ബിറ്റ്വീൻ 10 ആൻഡ് 19. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എക്സിൻ്റെ വിലകൾ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സ് ആണ്. 11, 13, 15, 17. 4 സംഖ്യകളാണ് എക്സിന് വരിക, ഓഡ് നമ്പേഴ്സ്. അപ്പോൾ പെയേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ x 11 ആവുമ്പോൾ അതിൻ്റെ കോൺസിക്യൂട്ടീവ് x+2 ആണ് അതിൻ്റെ പെയർ വരിക. സോ ദ പെയേഴ്സ് ആർ 11, അതിൻ്റെ പെയർ 13, 13 ആണെങ്കിൽ അതിൻ്റെ പെയർ 15, 15 ആണെങ്കിൽ അതിൻ്റെ പെയർ 17, 17 ആണെങ്കിൽ അതിൻ്റെ പെയർ 19. ഇങ്ങനെ 4 പെയേഴ്സ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ സംശയം, ഈ 19 എന്ന് പറയുന്ന സംഖ്യ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? ഇവിടെ പറയുന്നത് 10നും 19നും ഇടയിലായിരിക്കണ്ടേ. എക്സ് ലെസ് ദാൻ 19, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ലല്ലോ, ലെസ് ദാൻ 19 എന്നല്ലേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് സർ ഇവിടെ 19 വരിക? സ്വാഭാവികമായും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിൻ്റെ പെയറായിട്ട് വരുന്നത് x+2 ആണ്. എക്സിൻ്റെ വിലകളാണ് 19നേക്കാൾ ചെറുതായി വരേണ്ടത്. അത് നമ്മൾ 4 വിലകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് 17 വരെയാണ് മാക്സിമം വരുന്നത്. ആ 17 എക്സിന് വരുമ്പോൾ ആ 17ന്റെ പെയറായി വരുന്ന x+2 ആണ് ഈ 19.
അപ്പോൾ എക്സിൻ്റെ വില 19നേക്കാൾ ചെറുത് തന്നെയേ നമ്മൾ എടുത്തിട്ടുള്ളൂ, 17 നമ്മൾ എടുത്തിട്ടുള്ളൂ. x+2 ആണ് 19. സോ ദിസ് 4 pairs ആർ പോസിബിൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യനൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം. ഒരെണ്ണം കൂടി ഇതുപോലെ ഒരെണ്ണം ഞാൻ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോളൂ. ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഓഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ബോത്ത് ഓഫ് വിച്ച് ആർ സ്മോളർ ദാൻ 10 സച്ച് ദാറ്റ് ദ സം ഈസ് മോർ ദാൻ 11. ഓക്കെ, ഓഡ് നമ്പേഴ്സാണ്, കോൺസിക്യൂട്ടീവ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എക്സും x+2 ആയിട്ട് എടുക്കാം. അത് രണ്ടുപേരും 10നേക്കാൾ ചെറുതാണ്. സോ എക്സ് 10നേക്കാൾ ചെറുതാണ് ആൻഡ് x+2 ഓൾസോ ലെസ് ദാൻ 10 ആണ്. സോ അതായത് എക്സ് ലെസ് ദാൻ 10 ആണ്, എക്സ് ലെസ് ദാൻ 8 ആണ്. സോ എക്സ് ഒരേ സമയം 10നേക്കാളും ചെറുതാവണം, 8നേക്കാളും ചെറുതാവണം. സോ രണ്ടും കൂടി ഒന്നിച്ച് സംഭവിക്കണമെങ്കിൽ എക്സ് 8നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, 10നേക്കാളും ചെറിയ സംഖ്യ ആയിരിക്കണം, 8നേക്കാളും ചെറുതായിരിക്കണം. സോ ഒരുമിച്ച് സംഭവിക്കണമെങ്കിൽ 8നേക്കാൾ ചെറുതായിരിക്കണം. സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഒരു സംഖ്യാരേഖയിൽ 8ഉം 10ഉം മാർക്ക് ചെയ്യുക. 10നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ 10ൻ്റെ ലെഫ്റ്റ് സൈഡിലിരുന്ന് മാർക്ക് ചെയ്യാം. 8നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ 8ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് മാർക്ക് ചെയ്യാം. ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കണമെങ്കിൽ 8നേക്കാൾ ചെറിയ സംഖ്യകളായിരിക്കണം. ഫോർ എക്സാമ്പിൾ 8നേക്കാൾ ചെറിയ ഒരു സംഖ്യ 7, 5, 6 ഒക്കെ എടുത്താൽ അത് 8നേക്കാളും ചെറുതാണ്, 10നേക്കാളും ചെറുതാണ്. സോ ഇത് രണ്ടും ഒരേ സമയം സംഭവിക്കുന്നത് ഈ റെഡ് കളർ ആരോ മാർക്ക് ഞാൻ മാർക്ക് ചെയ്ത ഭാഗമാണ്. അതാണ് എക്സ് ലെസ് ദാൻ 8. ഓക്കെ, ഇനി രണ്ടാമതായി തന്നിട്ടുള്ളത് ഇതിൻ്റെ സമ്മ് 11നേക്കാൾ വലുതായിരിക്കണം എന്നാണ്. സോ സം എന്ന് പറയുന്നത് x+x+2 ആണ്. സോ 2x+2 ഗ്രേറ്റർ ദാൻ 11 ആണ്. സോ 2x ഗ്രേറ്റർ ദാൻ 9 ആണ്, അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ 4.5 ആണ്. ഓക്കെ, സോ എക്സിൻ്റെ വില 4.5നേക്കാൾ കൂടുതലും 8നേക്കാൾ ചെറുതുമായിരിക്കണം. ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ 4.5നും 8നും ഇടയിലായിരിക്കണം എക്സ്. അങ്ങനെയുള്ള എക്സിൻ്റെ വിലകൾ ഓഡ് നമ്പേഴ്സ് ആയതുകൊണ്ട് 5ഉം 7ഉം മാത്രമേ വരൂ. ക്ലിയർ? സോ എക്സ് വിൽ ബി ഈക്വൽ ടു 5,7. അപ്പോൾ പെയേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ 5ൻ്റെ പെയർ 7ഉം 7ൻ്റെ പെയർ 9ഉം വരും. വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഈ 9 പറ്റുമോ എന്ന ചിന്ത വരരുത്. 8നേക്കാൾ ചെറുതല്ലേ പറ്റൂ, പിന്നെ എങ്ങനെയാണ് ഈ 9 എന്ന് ചോദിക്കരുത്. ഈ 9 എക്സ് അല്ല, ഈ 9 x+2 ആണ്. സോ ദാറ്റ് 9 ഈസ് പോസിബിൾ ഹിയർ. സോ 2 പെയേഴ്സ് ആർ പോസിബിൾ ആൻഡ് ദേ ആർ 5, 7 ആൻഡ് 7, 9. ഓക്കെ, സോ 15 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റഡ് ആയി. ഒരെണ്ണം അടുത്തത് ശ്രദ്ധിച്ചോളൂ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 16. ദ ലോങ്ങസ്റ്റ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 3 times ദ ഷോർട്ടസ്റ്റ് സൈഡ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത് അതിലെ ഏറ്റവും ചെറിയ വശത്തിൻ്റെ 3 മടങ്ങാണ്, 3 ഇരട്ടിയാണ്. ആൻഡ് ദ തേർഡ് സൈഡ് ഈസ് 2 cm ഷോർട്ടർ ദാൻ ദ ലോങ്ങസ്റ്റ്. മൂന്നാമത്തെ സൈഡ് ഏറ്റവും വലുതിനേക്കാൾ 2 cm ചെറുതുമാണ്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് അറ്റ്ലീസ്റ്റ് 61, പെരിമീറ്റർ എന്ന് പറയുന്നത് 61 അല്ലെങ്കിൽ 61നേക്കാൾ കൂടുതലാണ്, അറ്റ്ലീസ്റ്റ് 61 ആണ്. ഫൈൻഡ് ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. അല്ലെ ഏറ്റവും ചെറിയ വശത്തിൻ്റെ നീളമാണ് കാണേണ്ടത്. ആ കാണേണ്ട സാധനത്തെ എക്സ് ആണെന്ന് വിചാരിക്കാം. ലെറ്റ് എക്സ് ബി ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്. അപ്പോൾ ഈ ഷോർട്ടസ്റ്റിൻ്റെ 3 മടങ്ങല്ലേ ലോങ്ങസ്റ്റ്. അപ്പോൾ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നത് 3x ആയിരിക്കും. ആ ലോങ്ങസ്റ്റിനേക്കാൾ 2 cm കുറവല്ലേ തേർഡ് സൈഡ്. അപ്പോൾ തേർഡ് സൈഡ് 3x - 2 ആയിരിക്കും. അപ്പോൾ 3 വശങ്ങൾ, ഒരു വശം എക്സ്, മറ്റൊരു വശം 3x, മൂന്നാമത്തെ വശം 3x - 2. ഈ സൈഡുകളെല്ലാം കൂടെ കൂട്ടുന്നതാണല്ലോ പെരിമീറ്റർ. ആ പെരിമീറ്ററിനെ കുറിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 61 ആണ്, അറ്റ്ലീസ്റ്റ് 61 ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സും 3xും 3x - 2ഉം കൂടി ആഡ് ചെയ്താൽ മതി. 3 വശങ്ങളുടെ സമ്മിനെയാണല്ലോ നമ്മൾ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. So on the left side we have 7x - 2 അല്ലേ, എക്സും 3xും ആഡ് ചെയ്ത 7x. So 7x - 2 greater than 61. So we have 7x greater than 63. ഈ -2 റൈറ്റിലോട്ട് പോകുമ്പോൾ 61 + 2 63. So we have x greater than or equal to 9. റൈറ്റ്? സോ എക്സ് ആണ് നമ്മുടെ ഏറ്റവും ചെറിയ വശത്തിൻ്റെ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് ആണ്. ആ എക്സിൻ്റെ വില ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സോ എക്സിൻ്റെ ഏറ്റവും മിനിമം, വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ഷോർട്ടസ്റ്റ് സൈഡ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ മിനിമം ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് 9 cm. ഓക്കെ, സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ചെയ്യണം. ഒരു പാരഗ്രാഫ് തന്നാൽ അതിൽ നിന്ന് ഇനീക്വാളിറ്റീസ് നമ്മൾ തന്നെ ജനറേറ്റ് ചെയ്യണം, എന്നിട്ട് ആ ഇനീക്വാളിറ്റി നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പോലെ കുറച്ച് സെൽഫ് ഇവാലുവേഷൻ, സെൽഫ് അസസ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാൻ തരികയാണ്. സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇനീക്വാളിറ്റീസ്. എണ്ണം കണ്ടിട്ട് ഞെട്ടരുത്. നമുക്ക് വളരെ ഈസി ആയൊരു സെക്ഷനാണ്. വീട്ടിലിരുന്ന് സൗകര്യം പോലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് ആൻസർ ചെയ്യാം. ഓക്കെ, കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ പ്രോബ്ലംസ് മാക്സിമം ചെയ്യുന്നത് നല്ലതാണ്. ഒരു 10 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്കൊരു ഇനീക്വാളിറ്റി തരികയാണ്.
ഇതൊക്കെ ചെയ്തു പഠിക്കണം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരഗ്രാഫായിട്ടും തരികയാണ്. ഓക്കെ, ഒരു കുട്ടിക്ക് ആദ്യത്തെ 2 പരീക്ഷയിൽ 70ഉം 75ഉം മാർക്ക് കിട്ടി. മൂന്നാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടിയാലാണ് അറ്റ്ലീസ്റ്റ് ആവറേജ് ഒരു 60 മാർക്ക് ഉണ്ടാവുക? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ പെയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ. കോൺസിക്യൂട്ടീവ് ഓഡ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ ചെയ്തത്. ഇവിടെ അത് ഈവൻ ആയി. ഓഡ് ആയാലും ഈവൻ ആയാലും എക്സിൻ്റെ കൂടെ പെയറായിട്ട് x+2 തന്നെയാണ് എടുക്കേണ്ടത്. നേരത്തെ ഓഡ് നമ്പേഴ്സാണ് നമ്മൾ അവസാനം പെയർ ഉണ്ടാക്കിയപ്പോൾ സെലക്ട് ചെയ്തത്. ഇവിടെ ഈവൻ ആയിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 13. എ മാൻ വാണ്ട്സ് ടു കട്ട് 3 ലെങ്ത്സ് ഫ്രം എ സിംഗിൾ പീസ് ഓഫ് ബോർഡ് ഓഫ് ലെങ്ത് 91 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വലിയ ബോർഡ്, ഒരു പീസ് ഓഫ് ബോർഡാണ്. അതിൽ നിന്ന് അദ്ദേഹം 3 ലെങ്ത് കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിലെ സെക്കൻഡ് ലെങ്ത് 3 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ ഷോർട്ടസ്റ്റ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ പാരഗ്രാഫ് കൃത്യമായി വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് ഇനീക്വാളിറ്റീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, സോ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നന്നായി നോക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക, സേഫായിരിക്കുക. ടേക്ക് കെയർ. താങ്ക് യു ഓൾ.